മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആദ്യമായിട്ടാണ് ഭാരതീയ ഗ്രന്ഥങ്ങളെ അക്കമിട്ട് പറഞ്ഞ് അതിലെ കണ്ടന്റുകൾ ഓരോന്നായിട്ട് വിവരിച്ച് അബ്സ്ട്രാക്റ്റ് രൂപത്തിൽ സംക്ഷിപ്തമായിട്ട് വിവരിച്ച് ഒരു പ്രഭാഷണം നടത്തുന്നത്. അത് വടക്കാഞ്ചേരി പാർലിക്കാട് ഭാഗവത സത്രത്തിൽ 26-ാം തീയതി വൈകുന്നേരമായിരുന്നു. തൃശ്ശൂർ ജില്ലയിലും പാലക്കാടിൻ്റെ പകുതിയിലും തൃശ്ശൂർ TV ചാനല് കേബിൾ വഴിക്ക് അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ധാരാളം വീടുകളിൽ, ആയിരക്കണക്കിന് വീടുകളിൽ ആൾക്കാരിത് കാണുന്നുണ്ടായിരുന്നു. സദസ്സിൽ ഏതാണ്ട് ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു. എല്ലാ വ്യക്തികൾക്കും പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, 1.5 മണിക്കൂർ കൊണ്ട് ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ അബ്സ്ട്രാക്റ്റ് പറയാനൊരു ശ്രമം, അത് പൂർണ്ണമായിട്ടും പറയാൻ സാധിച്ചാൽ സന്തോഷം, അല്ല ഭാഗികമായിട്ടേ പറ്റിയുള്ളൂ എങ്കിൽ അത് കേട്ട് ബാക്കിയുള്ളത് ഹോംവർക്കായിട്ട് പഠിക്കുക. എന്നാലും ഈ ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞ് അതിലെ കണ്ടന്റുകൾ സംക്ഷിപ്തമായിട്ട് പറയുമ്പോൾ അത് ആവേശകരമായിരിക്കില്ല. അതിനകത്ത് തമാശകൾ ഒന്നും ചേർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ബോറിംഗ് ആണ് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ആ സദസ്സ് അത് ഉൾക്കൊണ്ടത് എല്ലാ മതത്തിലുള്ളവരുണ്ട്. എല്ലാ മതത്തിലുള്ളവരും കോർഡിനേറ്റേഴ്സ് ആയിട്ടുണ്ട്. അതിൽ ഭാഗവത സത്രത്തിൽ എനിക്ക് തോന്നുന്നു 12ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. ആ കോർഡിനേറ്റേഴ്സ് ആയിട്ട് മറ്റ് മതസ്ഥരും കൂടിയുള്ള, പിന്നെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുള്ളവര് ആ നോട്ട് ശരിക്ക് പദാനുപദം വായിച്ച് അതിലെ കണ്ടന്റുകളും ആ കണ്ടന്റുകൾക്ക് സമാന പ്രസക്തമായ ഉദാഹരണങ്ങളും അനുഭവങ്ങളും ദേശവിദേശങ്ങളിൽ ഈ ഗ്രന്ഥങ്ങൾ ചെലുത്തുന്ന സ്വാധീനവും നമ്മുടെ സംസ്കാരത്തിൽ അവ എങ്ങനെയെല്ലാം ഉണ്ട്, അതെങ്ങനെ ഉണ്ടായിരുന്നു, ഉണ്ടാകണം, ഈ വിവരണങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞത് സാറിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, വേറൊന്നും പറഞ്ഞില്ല. ധാരാളം പേര് ധാരാളം തരത്തിലുള്ള വിശേഷങ്ങളുമായിട്ടൊക്കെ വരാറുണ്ട്, വിശേഷാന്വേഷണങ്ങളുമായിട്ട് വരാറുണ്ട്. അതൊന്നുമില്ല, ദീർഘായുസ്സിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഭാഗവത സത്രത്തിൽ നിരന്തരം നടക്കുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായി നമ്മുടെ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷവും അതുപോലെ തന്നെ ദർശനങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഇതെല്ലാം ചേർത്ത് സംക്ഷിപ്തമായിട്ട് ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ചത് അവതരിപ്പിച്ചപ്പോൾ അതെത്ര ഭംഗിയായിട്ട് സമൂഹം സ്വീകരിച്ചു. ആ സമൂഹത്തിൻ്റെ ഉള്ളില് ആ അറിയാനുള്ള ഇച്ഛാശക്തി മനസ്സിലും അത് തിരിച്ച് ജ്ഞാനശക്തിയാക്കി മാറ്റി തലച്ചോറിലും അത് ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയാക്കി മാറ്റാനുമെല്ലാം എത്ര ഭംഗിയായിട്ടാണ് യുവതലമുറ ഉൾപ്പെടെയുള്ളവര് ആ വലിയ ഹാളിലേക്ക് ഇരമ്പിക്കയറി. അതും ഒരു വർക്കിംഗ് ഡേ, 5:15 ഓഫീസുള്ള ദിവസം ആ ഭാഗവത സത്ര വേദിയിലേക്ക് കടന്നു വരൽ അത്ര എളുപ്പമൊന്നുമല്ല. ബസ്സിറങ്ങി കുറേ നടക്കണം, ഇതിനിടയ്ക്ക് റെയിൽവേ ഗേറ്റും ഉണ്ട്. അതെല്ലാം താണ്ടി അവിടെ വന്ന്
ഈ 1.5 മണിക്കൂർ ഇത് കേട്ട് ഉൾക്കൊണ്ട് നമ്മുടെ പൈതൃകത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ് ലോകമെമ്പാടും കാണുന്നു, ഭാരതമെമ്പാടും കാണുന്നു. അതേപോലെ കേരളത്തിൽ പവർഫുള്ളായിട്ട് ഇടതുപക്ഷ ചായ്വുള്ള ഇതുമാതിരിയുള്ള വിഷയങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത അല്ല ഇതുമാതിരിയുള്ള വിഷയങ്ങളോട് ആഭിമുഖ്യമില്ലാതിരുന്ന യുവാക്കളും യുവതികളും മറ്റു മതസ്ഥരുമെല്ലാം അടിമുടി ഇത് പഠിക്കാൻ വരുന്നൊരു കാഴ്ച. കൊടുക്കേണ്ടവരെ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ എടുക്കേണ്ടവരെടുക്കേണ്ടതുപോലെ എടുക്കേണ്ടത് എടുക്കും എന്നുള്ളതിന് തെളിവ് സഹിതം നമുക്ക് കാണാൻ സാധിച്ചു, കാണാൻ സാധിക്കുന്നു. ഞാൻ അവിടെ ഉള്ളവരോടെല്ലാം പറഞ്ഞു, എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും പറഞ്ഞു, കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ഒരു വിഷയമെങ്കിലും നിങ്ങൾ പഠിക്കണം. ഏത് വിഷയമായാലും വിരോധമില്ല, സംസ്കൃത ഭാഷയായാലും വിരോധമില്ല, രാമായണമോ മഹാഭാരതമോ ഭഗവത്ഗീതയോ അതായാലും വിരോധമില്ല, സംഗീതത്തിൻ്റെ ഏതെങ്കിലും ഉപകരണമോ സംഗീതമോ ആയാലും വിരോധമില്ല, പ്രഭാഷണം നടത്താനുള്ള കപ്പാസിറ്റി അതായാലും വിരോധമില്ല, ഏതെങ്കിലും കഥകളിയോ ഓട്ടംതുള്ളലോ ചാക്യാർകൂത്തോ തെയ്യമോ പൂജയോ വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ ഏതെങ്കിലും ഒന്ന് മിനിമം ഒന്നെങ്കിലും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഭൂതസംഖ്യയെക്കുറിച്ചും കടവയാതി നമ്പർ സിസ്റ്റത്തെക്കുറിച്ചും പറഞ്ഞു. ജസ്റ്റ് കാഷ്വലി അത് പഠിക്കാൻ ആൾക്കാരുടെ താല്പര്യം എത്ര ഗംഭീരമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് കഴിഞ്ഞ മാസം തുടങ്ങിയ അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് ആ വിങ്ങിൽ പ്രിന്റ് ചെയ്ത 10-20 ഷീറ്റുകൾ അത് സിലബസായിട്ട് വിതരണം ചെയ്തു. ഗംഭീരമായിട്ട് ജനങ്ങൾ സ്വീകരിച്ചു. ബണ്ടില് കണക്കിനാണ് ആൾക്കാരത് വാങ്ങിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ അവരോടും പറയുന്നു, നിങ്ങളോടും പറയുന്നു, ധന്യമായിട്ടുള്ള അനുഭവങ്ങളുടെ പരമ്പര നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രണാമം, നമസ്കാരം.